ആളൊഴിഞ്ഞൊരു വീട്ടിൽ ഏതു നേരവും തയ്യൽ മെഷീന്റെ ശബ്ദം കേൾക്കാം. അവിടെ താമസിച്ചിരുന്ന ആളുകൾ പേടിച്ച് വീടൊഴിഞ്ഞുപോയി. അതേസമയം പോലീസ് ഓഫീസറായ ശിവ പുതിയ ട്രാൻസ്ഫറോടെ നാട്ടിലേക്ക് വരുന്നു. ശിവയുടെ കൂടെ ഭാര്യ അനുവും മകൾ ആനയും ഉണ്ടായിരുന്നു. യാദൃശ്ചികമായി ഇതേ വീട് തന്നെയാണ് അവർക്ക് താമസിക്കാൻ കിട്ടുന്നത്. വീട്ടിൽ ഒരു പഴയ തയ്യൽ മെഷീൻ ഉള്ളത് അയാൾ ശ്രദ്ധിച്ചു. അത് പഴയ താമസക്കാരുടേതാണെന്ന് ബ്രോക്കർ പറഞ്ഞപ്പോൾ ശിവ അവിടെ തന്നെ വെക്കാൻ തീരുമാനിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കകം ആ വീട്ടിൽ വിചിത്ര സംഭവങ്ങൾ നടക്കുന്നു. ശിവയില്ലാത്ത സമയത്ത് മെഷീൻ തനിയെ കറങ്ങുന്നു. ആനയ്ക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് സംശയം തോന്നുന്നു. രാത്രി സമയത്ത് ഒരു കുട്ടിയുടെ ചിരിയും കളിയും കേൾക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം മോഷ്ടിക്കാൻ വന്ന കള്ളന്മാർ പോലും അവിടെ നിന്ന് പേടിച്ചോടി പോകുന്നു. കാരണം ആ വീട്ടിൽ ഒരു സ്ത്രീയും കുട്ടിയും കണ്ടുവെന്നാണ് അവർ പറയുന്നത്. ആദ്യം ശിവ ഇത് വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് അവനും ആത്മാക്കളെ കാണാൻ തുടങ്ങുന്നു. അന്വേഷിച്ചപ്പോൾ ശിവയ്ക്ക് ഒരു സത്യം മനസ്സിലാകുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീയെയും അവളുടെ കുഞ്ഞിനെയും ആരും ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. ആ സ്ത്രീ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അവൾ കൊല്ലപ്പെട്ടത്. അതുകൊണ്ടാണ് അവളുടെ ആത്മാവ് തയ്യൽ മെഷീനുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ കുടുങ്ങിയത്. അവസാനം ശിവ സത്യം കണ്ടെത്തുന്നു. ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, അവന്റെ കൂടെ ജോലി ചെയ്യുന്ന വിനീത് ആയിരുന്നു. ആ സ്ത്രീയെ സ്വന്തമാക്കാൻ കഴിയാത്ത ദേഷ്യത്തിൽ അവൻ തന്നെയാണ് അവളെയും കുഞ്ഞിനെയും കൊന്നത്. സത്യം പുറത്തായതോടെ വിനീത് ഭയന്ന് സ്വന്തം ജീവൻ അവസാനിപ്പിക്കുന്നു. തങ്ങളെ കൊന്നയാൾ മരിച്ചതോടെ ആ അമ്മയും കുഞ്ഞും അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. ബാധ പോയതോടെ തയ്യൽ മെഷീൻ പുഴയിലേക്ക് എറിയുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞ് അത് വീണ്ടും ഒത്തുചേർന്ന ഒരു മെഷീനായി മാറുന്നു. പിന്നീട് അതൊരു ഓട്ടോയിൽ കയറി മറ്റൊരു രീതിക്ക് പോകുന്നു.